നമ്മുടെ നാട്ടിലെ തന്നെ കൂട്ടായ്മയായ ബ്രദേഴ്സ് വടക്കുമുറി എന്ന ക്ലബിൻ്റെ ചിരകാല സ്വപ്നമായിരുന്നു ക്ലബിന് വേണ്ടി ഒരു കെട്ടിടം ഉണ്ടാവുക എന്നത്. ഇന്ന് അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളും കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. സൗഹൃദത്തോടെയും സാഹോദര്യത്തോടെയും എല്ലാവരും ഒത്തുചേർന്ന് നല്ല നല്ല പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് ഓരോ ക്ലബ്ബും, അല്ലെങ്കിൽ ഒരു കുടുംബം തന്നെയാണ്. ഇവിടെയും അതുതന്നെയാണ്. ഉദ്ഘാടനം നടത്തിയത് നമ്മുടെ വാർഡ് കൗൺസിലറായ കെ കൃഷ്ണകുമാരേട്ടനാണ്. മറ്റു പ്രമുഖ വ്യക്തികളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ഹൃദയ സ്പന്ദനം തന്നെയാണ് ഓരോ ക്ലബ്ബും. ചിലർക്ക് ഇതൊരു കെട്ടിടം മാത്രമായിട്ടായിരിക്കും തോന്നുക, പക്ഷേ അങ്ങനെയല്ല. ഒരുമിച്ചിരുന്ന് ചിരിച്ചും സംസാരിച്ചും കളിച്ചും പഠിച്ചും അങ്ങനെ വളരുന്ന ഒരു കൂട്ടായ്മ, ഒരു തലമുറ ഇനിയുള്ള ജനതയ്ക്ക് ഏറെ ആവശ്യമാണെന്ന് നമുക്ക് തന്നെ തോന്നുന്നതാണ്. ബ്രദേഴ്സ് വടക്കുമുറി എന്ന ഈ ക്ലബിനെ കുറിച്ച് ആധികാരികമായിട്ടൊന്നും എനിക്ക് പറയാനറിയില്ല. കാരണം ഞാനിവിടെ വന്നിട്ട് അധികമായിട്ടില്ല. പക്ഷേ ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോരുത്തരുടെ മനസ്സിലും അവരുടെ കൂട്ടായ്മയെ കുറിച്ചിട്ട് പറയാൻ ഒരുപാടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന് ബാക്കി ചടങ്ങുകളൊക്കെ കാണാം കേട്ടോ. 15ാം വാർഷികവും നമ്മുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് ഇത് നടക്കുന്നത്. അതിലേക്കായി 15 വർഷക്കാലം നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്കൊപ്പം നിന്ന് നമ്മുടെ പ്രാർത്ഥനകളിൽ പങ്കെടുത്ത് അകാലങ്ങളിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം അവരാചരിച്ച് നമുക്ക് തുടങ്ങാം. നമ്മുടെ ഉദ്ഘാടന പരിപാടിയുടെ ഈ വേദിയിലെത്തിയ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ക്ലബിന്റെ രക്ഷാധികാരിയായ രാജേഷിനെ നമ്മുടെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്ന ബ്രദേഴ്സിന് ഒരു കെട്ടിടം എന്ന സ്വപ്നം ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വാർഡ് കൗൺസിലറായ കൃഷ്ണകുമാരേട്ടനാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുൻ ചെയർമാനും മുൻ കൗൺസിലറുമായ നാരായണേട്ടനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുൻ കൗൺസിലർ സിന്ധുവിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ വടക്കുമുറി ബ്രദേഴ്സ് ആർട്സ് ക്ലബിൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ബിൻലാൽ, ഈ ക്ലബിൻ്റെ സെക്രട്ടറി അപ്പു, ഈ രംഗത്തെ പൊതുപ്രവർത്തനത്തിലും സന്നദ്ധ സേവന രംഗത്തുമൊക്കെ മികവ് കഴിഞ്ഞ 15 വർഷമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇതിന് ഒരു ആസ്ഥാനം ഇന്ന് ഇവിടെ രൂപപ്പെടുമ്പോൾ ഈ പ്രദേശത്ത് ഇത്തരം രംഗങ്ങളിൽ പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല. കഴിഞ്ഞ ഏറെ നാളത്തെ ഇതിന്റെ ഭാരവാഹികളുടെ അധ്വാനത്തിന്റെ പ്രതിഫലമാണ് ഇന്ന് ഈ ക്ലബിന് ഇങ്ങനെ ഒരു ആസ്ഥാന മന്ദിരം ഇന്ന് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് വളർന്ന് പന്തലിച്ചുകൊണ്ട് വലിയൊരു സംവിധാനമായി ഇവിടെ മാറും എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല. നമുക്കറിയാം, ഈ 15 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയപ്പോൾ ഇത് രാഷ്ട്രീയത്തിനതീതമായി, ജാതി മത ചിന്തകൾക്കതീതമായി ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഒന്നാണ് എന്നുള്ള ചിന്തയിൽ ഒരുമിച്ച് ഈ പ്രദേശത്തെ ആളുകളെ കൂട്ടിപ്പിടിച്ചു കൊണ്ടുപോകാൻ ഈ ക്ലബിന് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നിവിടെ ആരംഭിച്ചുവെങ്കിലും മുഴുവൻ ഇതിന്റെ എല്ലാ വേദിയിലെ നമ്മുടെ ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടകൻ കൃഷ്ണകുമാർ, സിന്ധു, വിജയൻ, ഈ ക്ലബിന്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ടവർ, ഞാൻ ദീർഘമേറിയ ഒരു പ്രസംഗമൊന്നും നടത്തുന്നില്ല. എന്തായാലും ഇന്നത്തെ കാലികമായ അന്തരീക്ഷത്തിൽ വലിയൊരു സംഭവമായി ഈ പ്രസ്ഥാനം മാറേണ്ടതുണ്ട് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്.
നേരത്തെ കൃഷ്ണകുമാർ പറഞ്ഞു വെച്ച മയക്കുമരുന്നിനും അതുപോലെ തന്നെ ലഹരിക്കുമൊക്കെ അടിമകളായി കൊണ്ടിരിക്കുന്ന യുവജനങ്ങളെയാണ് നമുക്ക് അടുത്ത കാലത്തായി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അത് സമൂഹത്തിന്റെ ഒരു ഇടപെടൽ തീരെ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അത് ആ രൂപത്തിലേക്കൊക്കെ എത്തിയത്. എന്നാൽ അതിന്റെ പരിണിത ഫലം അത്യാവശ്യം കുടുംബങ്ങളിലൊക്കെ അറിയാൻ തുടങ്ങിയപ്പോൾ അതിനെ സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒറ്റക്കെട്ടായി നേരിട്ടുകൊണ്ടിരിക്കുക. വ്യക്തി എന്നുള്ള നിലയ്ക്ക് അതിനെയൊക്കെ ഇടപെടാനും അല്ലെങ്കിൽ വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് ഇടപെടാനൊക്കെ പരിമിതികൾ ഉണ്ട്. പക്ഷെ ഒരു പ്രസ്ഥാനം അതിനെതിരെ പോരാടുമ്പോൾ ആ പ്രസ്ഥാനത്തോടൊപ്പം ആ സമൂഹത്തിലെ എല്ലാവരും ഉണ്ടാകും എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതിന്റെ ഭാഗമായി എനിക്ക് പറയാനുള്ളത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലുള്ള യുവ കർഷകരുടെ അവാർഡ് ശുഭേട്ടനും ടീമിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവർക്കും ഈ വർഷത്തെ പരിസ്ഥിതി ചിത്രമായ ദ ലൈഫ് ഓഫ് മാംഗറോവ് എന്ന ചിത്രത്തിന് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിക്കുകയും ചെയ്തു. അതിന്റെ സഹസംവിധായകനായി പ്രവർത്തിച്ചത് നമ്മുടെ നാട്ടിലെ തന്നെ രതീഷ് ഏട്ടനാണ്. അവരെയും ഈ വേദിയിൽ അനുമോദനം ഉണ്ടായിരുന്നു. പക്ഷെ അവർ നാട്ടിലില്ലാത്തതുകൊണ്ടും മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഇപ്പൊ നമ്മുടെ യുവ കർഷകർക്കുള്ള ബ്രദേഴ്സ് വടക്കുമുറിയുടെ തന്നെ അംഗങ്ങൾ തന്നെയാണ് അവര്. അപ്പോൾ ഈ ഒരു ചടങ്ങ് കാണാട്ടോ. പ്രവർത്തനമാണ് ഈ ഒരു അംഗീകാരത്തിന് ഷുഗറിനെ കൂട്ടുകാരിലുകൊണ്ടാണ് നമുക്ക് ഈ യുവ വഴിക്ക് കിട്ടിയത്. സന്തോഷമുണ്ട്. നമ്മുടെ പ്രദേശത്തിലെ അംഗങ്ങൾ കാർഷിക മേഖലയിലും ഉണ്ട്, സിനിമാ മേഖലയിലും ഉണ്ട്, കലാകായിക മേഖല, സാംസ്കാരിക എല്ലാ മേഖലയിലും നമുക്ക് കയ്യൊപ്പ് ചാർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. രതീഷ് സ്ഥലത്തില്ല, രതീഷിന് നമുക്ക് കൊടുക്കാം. നമുക്ക് ഓണത്തോടനുബന്ധിച്ച് നമുക്ക് കൊടുക്കാം. ഉദ്യോഗനായ ശ്രീകൃഷ്ണമാരൊക്കെ നാരായണേട്ടൻ, അത്തിക്ക, ജയേട്ടൻ, ചന്ദ്രേട്ടൻ, നമ്മൾ നേരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു ദിവസം ഇന്ന് കൊണ്ടുവരികയാണ്. 15 വർഷക്കാലം നീണ്ടു നിന്ന ഈ വടക്കൻ പ്രദേശത്തിന്റെ പ്രവർത്തനം ഒന്നുകൂടി ഊർജ്ജസ്വലതമാക്കാനും നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാരും ബന്ധങ്ങളും പുനഃസ്ഥാപിക്കുന്നതിനും ഒരു 8 മേഖലകളിലും പല നൈപുണ്യം നേടിയ ആളുകൾക്ക് ഒരുപാട് കഴിവുകളുള്ള ഇനി ഒട്ടേറെ പേരുണ്ട്. കവിതകളായാലും മറ്റുള്ള കലാകായികമായുള്ള കാര്യങ്ങളായാലും കഴിവുകളുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവർക്ക് വളർന്നു വരുന്നതിനും ചെറിയ നേട്ടങ്ങളിൽ പോലും വലിയ അംഗീകാരം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ അവർക്ക് അതൊരു കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ക്ലബിന്റെ ഈ കൂട്ടായ്മയിൽ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കുന്നതോടുകൂടി അതിനുള്ള ഒരു സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനും എല്ലാവരും ശ്രമിക്കണമെന്നും ഞാനടക്കമുള്ള എല്ലാവരും അതിന് ശ്രമിക്കണമെന്നും കൂടി അവസരത്തിൽ പറയുന്നു. ഇതോടൊപ്പം തന്നെ നമ്മള് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ട് ചെന്നപ്പോൾ തന്നെ ഇങ്ങനൊരു ബിൽഡിംഗ് തന്ന സന്തോഷമായിട്ടും ശ്രീ രാധാമണി ചേച്ചിക്കും പ്രദേശത്തിന്റെ പേര് കടപ്പാട് അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ക്ഷേമം സ്വീകരിച്ചവിടെ എത്തിച്ചേർന്ന കൃഷ്ണകുമാരേട്ടൻ, നാരായണമാമ, സിന്ധു ചേച്ചി, ജയേട്ടൻ, ഹസിക്ക, അതേപോലെ ചന്ദ്രേട്ടൻ, പിന്നെ നമ്മുടെ കൂട്ടായ്മയിലൂടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, അതേപോലെ നമുക്കിവിടെ കുറേ സഹായങ്ങൾ ഇവിടെ ചെയ്തു തന്നിട്ടുണ്ട്. എണ്ണം തൊട്ട് പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ബിൽഡിംഗ് തന്നെ രാഘവൻ ചേച്ചി, സന്തോഷേട്ടൻ, അതേപോലെ നമുക്ക് തേക്കാൻ വളരെ സന്തോഷേട്ടൻ, കാടാലത്ത് ഇതിൽ മുന്നോട്ട് നിന്ന് താങ്കേട്ടൻ, അങ്ങനെയുള്ള പ്രദീപ്, അങ്ങനെയുള്ളവർ തേക്കാനും അതേപോലെ വൈറ്റ് വാഷ് ചെയ്യാൻ മുന്നോട്ട് വന്ന നമ്മുടെ മനോജേട്ടൻ, ഉണ്ണിമുടേട്ടൻ, അനിൽക്കും, അതേപോലെ മുന്നോട്ട് നിന്ന് കുട്ടേട്ടൻ കോൺക്രീറ്റ് ചെയ്യാനും അവിടെ സ്റ്റെപ്പ് കോൺക്രീറ്റ് ചെയ്യാൻ രാത്രി കുറേ വൈകിട്ടാണ് ഞങ്ങളന്ന് കോൺക്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുട്ടേട്ടൻ, അതേപോലെ എല്ലാവർക്കും ക്ലബിന്റെ പേരിലും നന്ദി പറയുകയാണ്. ഇവിടെ വന്ന എല്ലാ സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.
പറഞ്ഞതോടൊപ്പം എനിക്കും നന്ദി പറയാനുണ്ട്. എനിക്ക് ഈ വീഡിയോ എടുത്തത് നമ്മുടെ അനിയന്മാരായ സഞ്ജും അക്കും കൂടിയിട്ടാണ്. ഭൂതകാലത്തെ പ്രവർത്തനങ്ങളിൽ നിന്നും കരുത്ത് ഉൾക്കൊണ്ട് ഭാവിയിലേക്കുള്ള പൊതുപ്രവർത്തനങ്ങൾക്ക് തയ്യാറാകുകയാണ് നമ്മുടെ ക്ലബ്ബ്. നമ്മുടെ ഗ്രാമത്തിൻ്റെ, നാടിൻ്റെ പുരോഗതിക്കും ഐക്യത്തിനും സാമൂഹിക വികസനത്തിനുമായിട്ട് നമ്മുടെ ക്ലബ്ബ് എന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കട്ടെ എന്നും. ഒരു പരിപാടി നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു മത്സരം നടത്തുമ്പോൾ കുട്ടികളുടെ ശബ്ദം മുഴങ്ങുന്ന ഒരു വേദി കൂടിയാവട്ടെ നമ്മുടെ ക്ലബ്ബും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി നടത്തുമ്പോൾ ഒരു ഗ്രാമം മുഴുവൻ ഒറ്റക്കെട്ടായി ഒത്തുകൂടുന്ന ഒരു സ്ഥലമായിരിക്കട്ടെ നമ്മുടെ ക്ലബ്ബ്. നമ്മുടെ ഉത്സവങ്ങളിൽ സന്തോഷം പങ്കിടാനും ദുരിതകാലങ്ങളിൽ പരസ്പരം കൈകോർക്കുവാനും കൂട്ടായ്മയോടും സാഹോദര്യത്തോടും സ്നേഹത്തോടും സേവന മനോഭാവത്തോടും കൂടി മാതൃകയായിട്ട് മുന്നോട്ട് പോകട്ടെ നമ്മുടെ ഈ ഒരു കൂട്ടായ്മ. യുവതലമുറയുടെ ഒന്നിച്ചിരുന്ന് ആഘോഷിക്കുന്ന ഒരുപാട് നല്ല നിമിഷങ്ങൾക്ക് വേദിയാകട്ടെ നമ്മുടെ ഈ ക്ലബിൻ്റെ ഈ കെട്ടിടവും ഈ ഒരു സാഹചര്യങ്ങളും. പണ്ടുകാലത്തെ ഒന്നിച്ചിരിക്കലും പലതരം കളികളും കൂട്ടായ്മയും സാഹോദര്യവും സൗഹൃദമൊക്കെ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കാരണം കുറേയൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു കൂട്ടായ്മയും ഇങ്ങനൊരു ക്ലബിൻ്റെ കെട്ടിടം നമുക്ക് ലഭിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ തന്നെ നല്ല രീതിക്ക് വാർത്തെടുക്കാനും പിന്നെ അവർക്ക് അവരുടെ കലാകായികപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രോത്സാഹനം നൽകാനും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒത്തൊരുമയുടെയും നല്ല ദിവസങ്ങൾക്കും ഈ ഒരു കെട്ടിടത്തിൽ നിന്ന് അവർക്ക് നല്ല പ്രചോദനങ്ങൾ ഉൾക്കൊള്ളട്ടെ എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഈ ഒരു കൂട്ടായ്മയിലെ എല്ലാവരുടെ മുഖത്ത് തന്നെ ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ സ്വന്തമായിട്ടൊരു കെട്ടിടം ഉണ്ടായപ്പോൾ തന്നെ അവർക്ക് അവരുടെ ഒരു വേദി കിട്ടിയിരിക്കുകയാണല്ലോ. അപ്പോൾ അവരും എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ. പിള്ളേരും അതെ ഭയങ്കര ഹാപ്പിയാണ്. ഇനി മുതൽ അങ്ങോട്ട് എല്ലാവരും ക്ലബ്ബിൽ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്.